ഹായ്, റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു. ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു. ഞാൻ കുറച്ചുകൂടി സന്തോഷമായിരിക്കുന്നു വെയിലച്ചം വന്നതുകൊണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സ്ഥലത്ത് ക്ലീനാക്കി മക്കളെ. കുറച്ച് പുല്ലൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു ബ്ലാക്ക് ഷീറ്റ് വാങ്ങി. ഇതേ ഇത് കണ്ടോ, ഇത്ര നീളമുള്ളു, അകലം ഉണ്ടായില്ല. മീഷോ ഒന്ന് വാങ്ങിയതാ, 249 രൂപ. ഇതിൻ്റെ ഒരു പീസും കൂടി ഉണ്ട് ഇനി ബാലൻസ്. വീതിയില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചു, ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഇന്ന് ഞാൻ ചാണകവെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ മഴ കഴിഞ്ഞ് വെയിലച്ചം വന്ന കൂട്ടുകാരെല്ലാവരും ചെടികൾക്ക് വളം കൊടുക്കാൻ തുടങ്ങണം കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, അല്പാൽപമായി നമുക്ക് വളങ്ങളെല്ലാം കൊടുക്കാം. വളങ്ങൾ കൊടുക്കണേക്ക് മുൻപ് നമ്മുടെ ചെടികൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, ചീത്തയായ ലീഫുകളോ സ്റ്റമ്മുകളോ ഉണ്ടോ എന്നൊക്കെ നോക്കാം. പോട്ടി മിശ്രിതം എങ്ങനെയാണ്, ചീഞ്ഞളിഞ്ഞിടക്കുകയാണോ, ഇതെല്ലാം നോക്കിയിട്ട് അതെല്ലാം പരിഹരിച്ചിട്ട് വേണം വളങ്ങൾ കൊടുക്കാൻ. വെയിൽ വന്നു എന്ന് പറഞ്ഞ് ഓടിപ്പോയിട്ട് ഇത് നമ്മുടെ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ആയാൽ നമ്മുടെ ചെടികൾ നമ്മളെ വിട്ടു പോകും. അല്പാൽപമായിട്ട് ചാണകവെള്ളം കൊടുക്കാം. കുറച്ച് ചീമക്കൊന്നയിലേ, മുരിങ്ങയില, അങ്ങനെയുള്ള ലീഫുകളൊക്കെ ഉണ്ടാവുമല്ലോ, പപ്പായ ലീഫ്, അതൊക്കെ ഇട്ട് വെച്ച് കഞ്ഞിവെള്ളം മിക്സ് ചെയ്തിട്ട് ആദ്യം തന്നെ കുറേച്ച് അല്പാൽപ്പം മതി. മുമ്പ് നമ്മൾ ഓരോ കപ്പ് ഒഴിക്കുമ്പോഴെങ്കിലും ഇപ്പോൾ അര ഗ്ലാസ്സിൽ താഴെ മാത്രം ഒഴിച്ചു കൊടുക്കണം. പിന്നെ എൻ്റെ ഒട്ടുമിക്ക ചെടികൾക്കും പുതിയ നാമ്പുകളൊക്കെ വന്നു തുടങ്ങി, നല്ല റെഡ് തളിർപ്പൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആകുമ്പോൾ തന്നെ കീടനാശിനികൾ സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ ഒത്തിരി കീടങ്ങൾ ഒത്തിരി വന്ന് നമ്മുടെ തളിർപ്പുകൾ ആക്രമിക്കാൻ വരും. അപ്പം നമ്മൾ ഓരോരോ കീടനാശിനികൾ ഒരു 2 ദിവസമോ 3 ദിവസമോ കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ജൈവ കീടനാശിനി ചെയ്യുന്നവരോടാണ് കേട്ടോ. കെമിക്കലാണ് ചെയ്യുന്നതെങ്കിൽ വേണ്ട, അവരതിനകത്ത് പറഞ്ഞിരിക്കുന്ന രീതികളിൽ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. പിന്നെ ചാണകപ്പൊടി ഇടാത്ത കൂട്ടുകാരാണെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ആട്ടിൻകാഷ്ട പൗഡർ ആയാലും മതി. പിന്നെ അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾക്ക് വളങ്ങൾ കൊടുക്കാനായിട്ട്. ഓരോരോ വളങ്ങൾ കൊടുക്കാം, ഒരു 5 ദിവസം ഗ്യാപ്പിട്ട് കൊടുക്കാം. ഇനി കഞ്ഞിവെള്ളമൊക്കെ കൊടുക്കാം കേട്ടോ. നമുക്ക് വെയിൽ വരുന്നുണ്ടല്ലോ, അപ്പോൾ കഞ്ഞിവെള്ളം മഞ്ഞൾപ്പൊടിയോ വെളുത്തുള്ളിയോ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുക. 2 ദിവസം വെച്ചാൽ അത്രയും നല്ലത്. അതല്ലെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തിട്ട് ഇപ്പം ഇന്ന് വൈകിട്ടെടുത്ത് മഞ്ഞൾപ്പൊടിയോ അലോവേര മിക്സിയിലിട്ട് കറക്കിയതോ അല്ലെങ്കിൽ വെളുത്തുള്ളിയോ എന്തെങ്കിലും ഇട്ടിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ഒരു 5 ഇരട്ടിയോ 6 ഇരട്ടിയോ വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചെടികളുടെ സൈസ് അനുസരിച്ച് കുറേച്ച് അര ഗ്ലാസ്സൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒത്തിരി ഒഴിച്ചു കൊടുക്കണ്ടെന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഇപ്പോൾ ഈ പെരുമഴയായിരുന്നില്ലേ, മഴയത്ത് നമ്മുടെ ചെടികളുടെ ചുവടുകളെല്ലാം ഇങ്ങനെ ഈർപ്പോയിട്ട് തന്നെ കിടക്കുകയാണ്. പിന്നെ ചിലത് വേരുകളെല്ലാം ശോഷിച്ച് പോയിട്ടുണ്ടാവും, പെട്ടെന്ന് അതിനെ ഒബ്സർവേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അല്പാൽപമായാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമുക്ക് അല്പാൽപമായി വളങ്ങൾ ചെയ്ത് 1 മാസം 2 മാസം കൊണ്ട് നമ്മുടെ ചെടികളെ പൂർവാധിക ശക്തിയോടെ തിരിച്ചു കൊണ്ടുവരാം. എൻ്റെ കൂടെ കൂടുന്നവരോടാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ജൈവവളങ്ങൾ മാത്രം ചെയ്യുന്നവരുണ്ടല്ലോ, അവരോടാണ് ഞാൻ പറയുന്നത്. കെമിക്കൽ വളങ്ങൾ ചെയ്യുന്നവർ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് അതേപോലെ ചെയ്യുക. എപ്പോഴും കെമിക്കൽ വളങ്ങൾ ചെയ്താലും ജൈവവളങ്ങൾ ചെയ്താലും കീടനാശിനികൾ ജൈവമോ കെമിക്കൽ എന്ത് കൊടുത്താലും ചെടികൾ ക്ലീൻ ആക്കണം മസ്റ്റ്. ചീത്തയായ സ്റ്റമ്മ്, ചീത്തയായ ലീഫുകൾ എല്ലാം ക്ലീനാക്കി കൊടുക്കണം എപ്പോഴും. പിന്നെ ചുവടുകൾ ഇളക്കി കൊടുക്കണം. ചുവടുകൾ ഇപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ഇളക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്, വേര് കട്ടാകാതെ. കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ ഡെയിലി എന്ന് പറയുന്നത്? ഈ നമ്മുടെ ഈ പോട്ടി മിശ്രിതം ഇങ്ങനെ ഭയങ്കര ഈർപ്പമായിട്ട് നിൽക്കണല്ലേ, അപ്പോൾ വെയിൽ വരുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കിയിട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് ഡ്രൈ ആവും. ചെടികൾക്ക് പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. പിന്നെ എൻ്റെ 10 മണി 8 മണിയൊക്കെ പോയവളുമാരാണ് മഴ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോന്ന് കിട്ടി കൊണ്ടുവന്ന് സേവ് ചെയ്യണേ മക്കളെ. അപ്പോൾ ഓക്കെ, ഇന്നിങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോകളുള്ളു, കുറച്ച് ദിവസം അങ്ങനെ ഉണ്ടാവുള്ളൂ. കാരണം എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പിന്നെ എനിക്ക് ഒത്തിരി പണികളുണ്ട് മക്കളെ. വെയിലച്ചം വന്നാറിനോ ഒത്തിരി പണികളുണ്ട്. ചെയറിൽ ഇരുന്നല്ല ഇതൊക്കെ ചെയ്യുന്നത്, അപ്പോൾ കുറേ സമയം വേണമല്ലോ. ഇത് പെട്ടെന്ന് ഈ ക്ലീനാക്കിയാൽ മാത്രമല്ല നമുക്ക് വളങ്ങൾ കൊടുത്താൽ നമ്മുടെ ചെടികളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇനി ആക്രാന്തോ വേറൊന്നുമല്ല, എൻ്റെ ചെടി മക്കളെ സുന്ദരി സുമുഖ സുശീലകളൊക്കെ പെട്ടെന്നാക്കണമെന്ന്.
കുറേ നാളായില്ലേ ഇവിടെ ഒരു 4.5 മാസം 5 മാസം ആകാറായി മഴ ഇങ്ങനെ നിന്നിട്ട് 3-ാമത്തെ ദിവസം ഒന്ന് വെയിലച്ചം വരുന്നത് അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ വാക്കുകളിലൊക്കെ സന്തോഷമില്ലേ. പിന്നെ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞേക്കട്ടെ, ഈ അസുഖമായും വേദനകളൊക്കെ ആയിട്ടിരിക്കുന്ന മക്കളുണ്ടാവും, കൂട്ടുകാരുണ്ടാവൂലേ. ശരീരവേദന ഉണ്ടാവും, മനസ്സ് വേദന ഉണ്ടാവും, ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷെ അവരോടൊക്കെ ഞാൻ പറഞ്ഞു ഒരു തെറാപ്പി പറഞ്ഞു തരാം. നമ്മുടെ ഈ ചെടികളുടെ അടുത്തൊന്നും നിങ്ങൾ ഇറങ്ങും, ഒരു ചെടികളോ ഒരു പച്ചക്കറിയോ നിങ്ങൾ നട്ടുവെക്കൂ. പിന്നെയും പിന്നെയും നിങ്ങൾക്ക് നടണമെന്ന് തോന്നും. കാരണം അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അത്ര വലുതാണ് മക്കളെ. ഞാൻ തന്നെ അതിന് ഉദാഹരണം, എക്സാമ്പിൾ. ഇത്ര വേദനയും ഇത്ര അസുഖങ്ങളുള്ള ഞാൻ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുകയാണ്. എൻ്റെ ലോകമാണ്. വെയിൽ വന്നാലില്ല പിന്നെ ഞാൻ ആരും മൈൻഡ് ചെയ്യില്ല. ചേട്ടനൊക്കെ സംസാരിക്കാൻ വന്നാൽ ചേട്ടൻ കുറച്ച് കഴിയട്ടെ കേട്ടോ, ഒന്നും മിണ്ടാതിരി, എന്നെ ശല്യപ്പെടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് അർമാദിച്ചങ്ങാണ്ട് ഇറങ്ങും. അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ ഭയങ്കരം. ഈ മഴ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വേദനകളൊക്കെ കൂടി. എന്തുകൊണ്ടാണ്? എൻ്റെ ചെടിമക്കളുടെ ലോകത്തേക്ക് വരാൻ പറ്റാത്തത് കൊണ്ട്. തോരാത്ത മഴയായിരുന്നല്ലോ. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ് ഒരു കൈ ഒരു കാലൊന്നും പൊക്കാൻ പറ്റാതെ ആയിപ്പോയി. അതൊക്കെ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്നോട് അയ്യോ റോസുല്ലിൽ ചേച്ചിക്ക് സുഖമില്ലേ, പോട്ടെ എല്ലാം മാറോട്ടെ അങ്ങനെ പറയാൻ എന്നെ സഹതപിക്കാനല്ല. നിങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യണം ലൈഫ്. നമ്മുടെ ഒരു കുഞ്ഞു ജീവിതമുള്ളൂ. അപ്പോൾ അത് നമ്മൾ അടിച്ച് പൊളിക്കണം. നമുക്ക് എന്താണോ സന്തോഷമെന്ന് നോക്കണം. അല്ലാതെ ചെടികൾ മാത്രമല്ല നമ്മുടെ സന്തോഷം. ചിലപ്പോൾ ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും. അപ്പം നിങ്ങൾ തന്നെ കണ്ടെത്തുന്നത് നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. ആ സന്തോഷം നടത്താൻ പറ്റുന്നതാണെങ്കിലും നിങ്ങൾ നടത്തണം. നടത്താൻ പറ്റാത്ത സന്തോഷങ്ങൾ ഇപ്പം നമ്മളെക്കൊണ്ട് ആരെക്കൊണ്ടും പറ്റില്ല, തമ്പുരാൻ തന്നെ വിചാരിക്കണം. ഈ കുഞ്ഞ് നമുക്ക് നടത്താൻ പറ്റുന്ന സന്തോഷങ്ങളൊക്കെ നമ്മൾ നടത്തി അങ്ങോട്ട് ചെറിയ സന്തോഷങ്ങളൊക്കെ അങ്ങനെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ഇട്ട് അർമാദിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകണം, എന്നെപ്പോലെ കേട്ടോ. ഇനി അടുത്ത വീഡിയോയിലൂടെ പറഞ്ഞുതരാം മക്കളെ. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. പുതിയ കൂട്ടുകാരാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കട്ടാ, സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ലൈക്ക് കമൻറ്റ് അതൊന്നും പറയണ്ടല്ലോ, അങ്ങോട്ട് മിന്നിച്ചേക്ക്. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ. ഓക്കെ, ടാറ്റാ, ബൈ.